ഹായ്, ഹലോ. സിക്കിമിലെ ഗാംഗ്ടോക്ക് നഗരത്തിലാണ് കേട്ടോ ഞാനിപ്പോൾ. കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന വളരെ മനോഹരമായതും വൃത്തിയുള്ളതുമെന്ന് എനിക്ക് തോന്നിയ ഒരു നഗരം. ഏതാണ്ട് ഉച്ചയോടെ എനിക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞു. മറ്റു കാഴ്ചകളിലേക്ക് പോയെങ്കിലും ഇവിടെയാണ് തുടക്കം. MG മാർഗിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ നടുവിലെ ഒരുക്കിയിരിക്കുന്ന ഈ ഇരിപ്പിടങ്ങളാണ്. വെറുമൊരു നടപ്പാത എന്നതിലുപരി ഗാംഗ്ടോക്കിൻ്റെ ഹൃദയമെടുപ്പ് അനുഭവിക്കാൻ പറ്റിയൊരിടം. വൈകുന്നേരമായാൽ ഇവിടെ വന്നിരിക്കുന്ന മനുഷ്യരുടെ മുഖത്ത് ഒരു പ്രത്യേക സമാധാനമുണ്ട്. ആരും ഒന്നിനും ധൃതി കാണിക്കുന്നില്ല. ചിലർ പ്രിയപ്പെട്ടവരോട് വർത്തമാനം പറയുന്നു, മറ്റു ചിലർ കയ്യിലൊരു കാപ്പിയുമായി നഗരത്തിൻ്റെ തിരക്കുകളിലേക്ക് നോക്കിയിരിക്കുന്നു. നമ്മുടെ നാട്ടിലും ഇങ്ങനത്തെ സ്ഥലങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. MG മാർഗിലൂടെ നടന്നു വരുമ്പോൾ ലാൽ ബസാർ കാണാം. തുണിത്തരങ്ങളുടെയും ഫാഷൻ്റെയും ഒരു ലോകം. സിക്കിമിൻ്റെ തനതായ പാരമ്പര്യ വസ്ത്രങ്ങൾ മുതൽ ഏറ്റവും പുതിയ ട്രെൻഡി ലുക്കിലുള്ള വസ്ത്രങ്ങൾ വരെ ഇവിടെ ലഭിക്കും. ഇന്നലെ വന്ന ഉടനെ തന്നെ ഹോട്ടലിൽ നിന്ന് സ്ഥലങ്ങളെക്കുറിച്ചെല്ലാം ചോദിച്ചിരുന്നു. ഒരു പാക്കേജ്, 2 ദിവസത്തെ സ്റ്റേയും ഭക്ഷണവും പെർമിറ്റും ട്രാൻസ്പോർട്ടേഷനും ഉൾപ്പെടെയുള്ള ഒരു പാക്കേജ്, 3000 രൂപ. ഒന്നും നോക്കിയില്ല, ബുക്ക് ചെയ്തു. ഞാനിപ്പോൾ ആ യാത്രയിലാണ് കേട്ടോ. സിക്കിമിലെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലാച്ചുങ് എന്ന മനോഹരമായ വില്ലേജിലേക്ക്. അവിടെ നിന്നും യുംതാങ് വാലിയിലേക്കും 0 പോയിന്റിലേക്കും. പക്ഷേ അതിന് നമ്മൾ 400 രൂപ അധികം പേ ചെയ്യണം. പോകുന്ന വഴിയിൽ തന്നെ ഒരു ചെറിയ വെള്ളച്ചാട്ടം, അതൊന്ന് കാണാനും ഒന്ന് ഫ്രഷ് ആകാനും വേണ്ടി നിർത്തിയതാണ് കേട്ടോ. വീണ്ടും യാത്ര തുടങ്ങി. നഗരത്തിൻ്റെ ഈ ബഹളങ്ങളിൽ നിന്നും ലാച്ചുങ്ങിൻ്റെ നിശബ്ദതയിലേക്ക്. മനോഹരമായ സ്ഥലങ്ങൾ, അധികം ആളുകളൊന്നുമില്ലാത്ത, അല്ലെങ്കിൽ അധികം വീടുകളൊന്നുമില്ലാത്ത, ചുറ്റിലും മലനിരകൾ മാത്രമല്ല, മനോഹരമായ വഴികൾ. ഡിസംബർ മാസമായതിനാൽ ശകലം തണുപ്പുണ്ട്. ഇന്നലെ രാത്രിയിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായി. വണ്ടിയുടെ ടയർ പഞ്ചറായി. വിജനമായ സ്ഥലമായതുകൊണ്ട് ആളെയും കിട്ടിയില്ല. ടയർ മാറ്റിയിടാനും ബുദ്ധിമുട്ടി. അതുകൊണ്ട് തന്നെ ഒരുപാട് വൈകിയാണ് റൂമിലെത്തിയത്. ചിത്രീകരിക്കാനൊന്നും കഴിഞ്ഞില്ല. തണുപ്പും കൂടുതലായതുകൊണ്ട് ഒന്നും നോക്കിയില്ല, കിടന്നുറങ്ങി. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് യുംതാങ് താഴ്വരയിലേക്ക്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 11,800 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു സ്ഥലത്തേക്ക്. യുംതാങ് വാലി ലോക പ്രശസ്തമാകാൻ കാരണം ഇവിടുത്തെ വസന്തകാലമാണ്. ഇപ്പോൾ ഈ സമയത്ത് പൂക്കൾക്ക് പകരം മഞ്ഞായിരിക്കും കൂടുതൽ കാണാൻ കഴിയുക. പിന്നെ ഉയർന്നു നിൽക്കുന്ന മലനിരകളും കാലാവസ്ഥയോട് പൊരുതി നിൽക്കുന്ന ചില മരങ്ങളും ചെടികളും കാണാം. ഇവിടെ നമുക്ക് ചെറിയ തടാകം കാണാം, യുംതാൻ ലേക്ക്. പക്ഷേ ഡ്രൈവറോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ പേര് മറ്റൊന്നാണ്, ഫൂനി ലേക്ക്. തെറ്റാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. പക്ഷേ മനോഹരമായ ലേക്കാണ് കേട്ടോ. നല്ല തെളിഞ്ഞ വെള്ളം. ഇവിടെ നമുക്ക് ഒരുപാട് പ്രയർ ഫ്ലാഗ്സുകൾ കാണാം. സമാധാനത്തിൻ്റെയും കരുണയുടെയും പ്രാർത്ഥനകളാണ് ഇവയെല്ലാം. ഇതാണ് യുംതാങ് വാലി. മലനിരകൾക്കിടയിൽ ഒരു കൊച്ചു പട്ടണം, സഞ്ചാരികളുടെ പ്രധാനമായിട്ട് തവളം. എനിക്കിഷ്ടപ്പെട്ടോ. അധികവും സഞ്ചാരികളാണെന്ന് എനിക്ക് തോന്നുന്നത്. അതൊഴിച്ചാൽ ഒരു നിശബ്ദമായിരിക്കും ഇവിടം. ഇവിടുത്തെ ഒരു ഹോട്ടൽ കണ്ടോ. നമ്മൾ വിചാരിക്കുന്ന വിഭവങ്ങളൊന്നും കിട്ടുമെന്ന് ഉറപ്പില്ല. പക്ഷേ ചായ, മാഗി, മോമോസ്, ഇത്തരം ഫുഡുകളൊക്കെ കിട്ടും. നല്ല പെരുമാറ്റമാണ് കേട്ടോ ഇവിടുത്തെ ആളുകൾക്ക്. ഇനി 0 പോയിന്റിലേക്കുള്ള യാത്രയാണ്. ഏകദേശം 1.5 മണിക്കൂർ യാത്ര. ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു വരുന്നത് നല്ലവണ്ണം അനുഭവപ്പെടും. എൻ്റെ ഈ യാത്ര അവസാനിക്കുന്നത് ഇന്ത്യയുടെ അതിർത്തിക്കടുത്തുള്ള ഈ 0 പോയിന്റിലാണ്. ഇതിനപ്പുറത്തേക്ക് നമ്മൾക്ക് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു വശത്ത് ഭൂട്ടാൻ, ഒരു വശത്ത് ടിബറ്റും, ഒരു വശത്ത് നേപ്പാളും. വല്ലാത്തൊരു ഫീലാണ് കേട്ടോ ഇപ്പോൾ. അതിന് പുറമെ നോർത്ത് അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് എന്ന് പറയാം. ഇതെൻ്റെ അവസാനത്തെ സംസ്ഥാനമാണ് കേട്ടോ. ഇനി കുറച്ച് സംസ്ഥാനങ്ങൾ കൂടി. ഇന്ത്യ മൊത്തം എനിക്ക് സഞ്ചരിക്കണം. അതൊരു സ്വപ്നമാണ്. നടക്കുമായിരിക്കും. സിക്കിമിൻ്റെ വടക്കു ഭാഗത്തേക്കുള്ള യാത്രയുടെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. ഈ തണുപ്പും ഈ മഞ്ഞും എന്നും ഓർമ്മയായി കൂടെ ഉണ്ടാകും. ഇനി തിരികെ താഴോട്ട്.
പുതിയ കാഴ്ചകളിലേക്ക്.